മുൻ ഭർത്താവിന്റെ 3 ബന്ധുക്കളെ വിഷക്കൂൺ കലർത്തി ഭക്ഷണം നൽകി കൊലപ്പെടുത്തിയ കേസിലെ ഓസ്ട്രേലിയൻ വനിതയായ എറിൻ പാറ്റർസൺ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. 2023 ജൂലൈ 29 നടന്ന സംഭവത്തിൽ മോർവെൽ ടൗൺ കോടതിയാണ് കഴിഞ്ഞ ദിവസം നിർണായക കണ്ടെത്തൽ നടത്തിയത്. ഈ കേസിൽ ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എറിൻ പാറ്റർസൺ മുൻ ഭർത്താവ് സൈമൺ പാറ്റർസന്റെ മാതാപിതാക്കളായ ഡോൺ പാറ്റർസൺ, ഡെയ്ൻ പാറ്റർസൺ, മറ്റൊരു ബന്ധുവായ ഹെയ്ദർ വിൽക്സൺ എന്നിവരെയാണ് വിഷക്കൂൺ കഴിച്ച് മരണപ്പെട്ടത്. ഇവരോടൊപ്പം ഭക്ഷണം കഴിച്ച പാസ്റ്റർ ഇയാൻ വിൽക്കിസൺ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഡെത്ത് ക്യാപ്പ് എന്നറിയപ്പെടുന്ന മാരക വിഷമുള്ള കൂൺ ഉപയോഗിച്ചാണ് എറിൻ അതിഥികൾക്കായി ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവം തയ്യാറാക്കിയത്. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് കോടതി കണ്ടെത്തി. കേസിൽ 50-ലധികം സാക്ഷികളെയാണ് വിസ്തരിച്ചത്. തനിക്ക് ഗർഭാശയ ക്യാൻസർ ആണെന്നും കുട്ടികളോട് ഈ വിവരം എങ്ങനെ അറിയിക്കണമെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് എറിൻ ഇവരെ വീട്ടിലേക്ക് ക്ഷണിച്ചത്. ഇവർക്ക് ഭക്ഷണം വിളമ്പിയതും എറിൻ തന്നെയാണ്. എന്നാൽ താൻ കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്തതാണെന്ന് ഉറപ്പാക്കാൻ ആസൂത്രണമായി എറിൻ കഴിക്കുകയായിരുന്നു. ചർച്ചകൾക്കായി മുൻ ഭർത്താവ് സൈമണെ ക്ഷണിച്ചെങ്കിലും അയാൾ എറിന്റെ വീട്ടിലേക്ക് വരാൻ കൂട്ടാക്കിയില്ല. കൊലപാതകത്തിന് പിന്നിലെ കാരണം മുൻ ഭർത്താവിനോടുള്ള പകയും വൈരാഗ്യവുമാണെന്ന് കൊലപാതകങ്ങൾക്ക് പിന്നിൽ പ്രധാന കാരണമെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. എറിൻ ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നെങ്കിലും നിയമപരമായി വിവാഹമോചനം നേടിയിരുന്നില്ല. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു. വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ 3 പേരും മരിക്കുകയായിരുന്നു. 3 പേരുടെയും അസ്വാഭാവിക മരണത്തിൽ സംശയം തോന്നിയ ആശുപത്രി അധികൃതർ വിക്ടോറിയ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് പോലീസ് എറിനെ ചോദ്യം ചെയ്യുകയും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൂണുകൾ വാങ്ങിയെന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ കൂണുകളുടെ വിഷത്തെക്കുറിച്ച് അവർ പോലീസിനോട് പറഞ്ഞിരുന്നില്ല. പിന്നീട് പരിശോധനയിലൂടെയാണ് പോലീസ് സത്യം പുറത്തു കൊണ്ടുവന്നത്.